ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതുപോലെ പല അറബ് ഭരണാധികാരികളുടെയും ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അറബ് മേഖലയിൽ ഇതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടവും അറബ് ഭരണകൂടവും തമ്മിൽ, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളുമായി ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബന്ധത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അക്കാര്യം അറിയുകയും ചെയ്യാം. പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായി ഏറ്റവും വലിയ ശത്രുത നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും സൗദി അറേബ്യയും. ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബന്ധമാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഉള്ളത്. ഇറാനിലെ ഭരണകൂടവും അറബ് ഭരണാധികാരികളും തമ്മിൽ ഇപ്പോൾ മിത്രങ്ങളല്ല എങ്കിലും ശത്രുക്കളല്ലാതായിരിക്കുകയാണ്. ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് ഇത് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ്. സൗദി അറേബ്യയെയും ഇറാനെയും തമ്മിലടിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എക്കാലത്തെയും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയുമാണ്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഇപ്പോൾ മികച്ച ബന്ധത്തിലാണ്. ആ ബന്ധം, സൗഹൃദം വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഈ സൗഹൃദം വളരെയധികം ദോഷകരമായി ബാധിക്കുമെന്നാണ് സയനിസ്റ്റുകൾ കരുതുന്നത്. ഇപ്പോൾ ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുന്നതിന്റെ പിന്നിലും ഈ ഒരു കാരണമുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം സൗദി അറേബ്യയും ഇറാനും തമ്മിൽ സൗഹൃദത്തിലായാൽ ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ എന്നേക്കുമായി അവസാനിക്കുവാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയപ്പോൾ ലോകത്തിലെ പല നേതാക്കളും രാഷ്ട്ര നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന വന്നത് റഷ്യയിൽ നിന്നാണ്. ലോകം മുഴുവനും ഈ പ്രസ്താവന വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞാൽ റഷ്യയിൽ ഏറ്റവും ശക്തനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനും വലങ്കയ്യുമായ ദിമിത്രി മെദ്വെദോവ്. 2008 മുതൽ 2012 വരെ പുടിൻ റഷ്യയുടെ പ്രസിഡന്റാക്കി നിയമിച്ചതും മെദ്വെദോവിനെ തന്നെയാണ്. തന്റെ വിശ്വസ്തനായ മെദ്വെദോവിനെ തന്നെയാണ് പുടിൻ അതിന് തെരഞ്ഞെടുത്തത്. നിലവിൽ മെദ്വെദോവ് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനാണ്. റഷ്യൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാൻ പുടിനാണ്. അപ്പോൾ മെദ്വെദോവ് റഷ്യയിൽ എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാക്കാം. ദിമിത്രി മെദ്വെദോവാണ് സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തിയത്. ഇറാനുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ, ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഇറാൻ ഇനിയും ആണവ സമ്പുഷ്ടീകരണം തുടരും. ഇറാൻ ആണവായുധം നിർമ്മിക്കുകയും ചെയ്യും. അതിന് ഇറാന് സാധിച്ചില്ല എങ്കിൽ ഇറാന് ആണവായുധം നൽകുവാൻ ചില രാജ്യങ്ങൾ തയ്യാറാണ് എന്നാണ് ദിമിത്രി മെദ്വെദോവ് പ്രതികരിച്ചത്. വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞാൽ അടുത്ത റഷ്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതിനും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ദിമിത്രി മെദ്വെദോവ്. അങ്ങനെയുള്ള ദിമിത്രി മെദ്വെദോവാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഏത് രാജ്യമാണ് ഇറാന് ആണവായുധം കൈമാറുക എന്ന കാര്യം ദിമിത്രി മെദ്വെദോവ് തുറന്നു പറഞ്ഞിട്ടില്ല. അത് മറ്റാരുമല്ല, നോർത്ത് കൊറിയ തന്നെയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അതിന് തയ്യാറാവുക നോർത്ത് കൊറിയ മാത്രമാണ്. പാശ്ചാത്യരെ സുഖിപ്പിക്കുന്ന യാതൊരു കാര്യവും ചെയ്യേണ്ട ആവശ്യം നോർത്ത് കൊറിയക്കില്ല. കാരണം ഒരു പാശ്ചാത്യ രാജ്യവുമായും നോർത്ത് കൊറിയക്ക് ബന്ധവുമില്ല. അവരുമായി യാതൊരു തരത്തിലുള്ള വാണിജ്യ വ്യാപാര കരാറുകളുമില്ല. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാന് ആണവായുധം കൈമാറുക നോർത്ത് കൊറിയ തന്നെയാണ് എന്നാണ് ദിമിത്രി മെദ്വെദോവിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലുമായി റഷ്യക്കും ചൈനക്കും നയതന്ത്ര ബന്ധങ്ങളുമുണ്ട്, വാണിജ്യ ബന്ധങ്ങളുമുണ്ട്, വ്യാപാര ബന്ധങ്ങളുമുണ്ട്. പക്ഷേ നോർത്ത് കൊറിയക്ക് ഇസ്രായേലുമായി ഇത്തരത്തിലുള്ള യാതൊരു ബന്ധങ്ങളുമില്ല. നോർത്ത് കൊറിയയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം പോലുമില്ല. 2 ദിവസം മുമ്പ് നോർത്ത് കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. അതിശക്തമായ ഭാഷയിലാണ് നോർത്ത് കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത്. മിഡിൽ ഈസ്റ്റിനെ മൊത്തം ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് ഇസ്രായേൽ എന്നാണ് നോർത്ത് കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഇതിനർത്ഥം മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇസ്രായേലിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം എന്ന് തന്നെയാണ് നോർത്ത് കൊറിയ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇറാൻ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കൂട്ടി നോക്കുകയാണ് എങ്കിൽ ദിമിത്രി മെദ്വെദോവിന്റെ പ്രസ്താവന വെറുതെ ഒരു പ്രസ്താവനയാവാൻ സാധ്യതയില്ല. നോർത്ത് കൊറിയ ഇറാന് ആണവായുധം കൈമാറുക തന്നെ ചെയ്യുമെന്നാണ് ദിമിത്രി മെദ്വെദോവിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന് നോർത്ത് കൊറിയ ആണവായുധങ്ങൾ കൈമാറിയാൽ തന്നെ
നോർത്ത് കൊറിയക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായി നോർത്ത് കൊറിയക്ക് യാതൊരു തരത്തിലുള്ള വ്യാപാര, വാണിജ്യ, നയതന്ത്ര ബന്ധങ്ങളുമില്ല. അത് മാത്രമല്ല, ഇറാന് നോർത്ത് കൊറിയ ആണവായുധങ്ങൾ നൽകിയതിന്റെ പേരിൽ ഇസ്രായേലോ അമേരിക്കയോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോ നോർത്ത് കൊറിയയെ ആക്രമിക്കാൻ വരികയുമില്ല. കാരണം നോർത്ത് കൊറിയ ഒരു ആണവ ശക്തിയാണ്. അത് മാത്രമല്ല, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വരെ നോർത്ത് കൊറിയയുടെ കൈവശമുണ്ട്. നോർത്ത് കൊറിയയുടെ ആണവ മിസൈലുകൾ അമേരിക്ക വരെ എത്തുകയും ചെയ്യും. അമേരിക്ക നോർത്ത് കൊറിയക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണ് എങ്കിൽ അമേരിക്കയെ നോർത്ത് കൊറിയ ചുട്ടരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പേരിൽ ഇസ്രായേലും അമേരിക്കയും നോർത്ത് കൊറിയക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയും ചെയ്യുകയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ എന്ന് പലർക്കും സംശയമുണ്ടാകും. അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഇത് നടക്കാനും സാധ്യതയുണ്ട്, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ദിമിത്രി മെദ്വദോവ് എന്നത് വെറുതെ എന്തെങ്കിലും പറയുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ദിമിത്രി മെദ്വദോവിന്റെ വാക്കുകളെ അങ്ങനെ തള്ളിക്കളയുവാനും സാധിക്കില്ല. കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്.